പ്രൈസ് ദി ലോർഡ്. ഇന്ന് തിരുവചന ധ്യാനത്തിനായി ഞാൻ ദൈവസന്നിധിയിലായിരുന്നപ്പോൾ ചില വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതായ ഒരു അനുഭവ കഥ എൻ്റെ മുൻപിൽ കടന്നു വന്നു. ചൈനക്കാരനായ ഒരു ധനികനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു, ബിസിനസ്സുകാരനാണ്, ധാരാളം സമ്പത്തുണ്ടാക്കി. ആ സമ്പത്ത് വർദ്ധിച്ച് താൻ ഇങ്ങനെയാണ് എഴുതിയത്, തനിക്ക് എത്ര സമ്പത്തുണ്ടെന്ന് തനിക്ക് തന്നെ ഒരു കണക്കും കാര്യങ്ങളും ഒന്നുമില്ല. അത്രയ്ക്ക് ധനികനായി, കുറച്ച് കാലങ്ങൾ കൊണ്ട് താൻ ബിസിനസ് ചെയ്ത് ധനികനായി. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ, തൻ്റെ ധനികതയിൽ താൻ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, തൻ്റെ വലത്തെ കണ്ണിന് താഴെ ഒരു ചെറിയ വെളുപ്പ് അടയാളം തൊലിപ്പുറത്തുണ്ടായി. സാരമില്ല എന്ന് കരുതി ദിവസങ്ങളോളം അതിങ്ങനെ കൊണ്ട് നടന്ന് ദിവസങ്ങൾ കഴിയുന്തോറും ആ വെളുപ്പ് രോഗം വർദ്ധിച്ചു വന്നു. ചില മാസങ്ങൾക്കും ചില 2-3 വർഷം കൊണ്ട് തൻ്റെ ശരീരം മുഴുവനും അത് വ്യാപിച്ച് അത് വളരെ ദുർഗന്ധം വമിക്കുന്ന ഒരു കുഷ്ഠരോഗമായി മാറ്റപ്പെട്ടു. വളരെ ദുരനുഭവം. തൻ്റെ ജീവിതത്തിൽ നിരാശ വർദ്ധിക്കുവാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയില്ല. തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളും തനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം തന്നെ വെറുത്തു. പണമുണ്ടാക്കി ധനികനായി താൻ ആഗ്രഹിച്ച് സമ്പാദിച്ചതായ ഭവനത്തിലും തൻ്റെ ബെഡ്റൂമിലും തനിക്ക് പ്രവേശനമില്ല. താൻ മനോഹരമായ പണിതുയർത്തിയതായ ആ ഭവനത്തിൻ്റെ വെളിയിലേക്ക് താൻ തിരസ്കരിക്കപ്പെട്ടു, പിന്തള്ളപ്പെട്ടു. ഡിസ്പോസിബിൾ പേപ്പറിലും പ്ലാസ്റ്റിക് പേപ്പറിലും കടലാസുകളിലും തനിക്ക് ഭക്ഷണം തൻ്റെ വീട്ടുകാർ വെളിയിൽ സെർവ് ചെയ്യാൻ തുടങ്ങി. തൻ്റെ ഭവനത്തിൽ ഉണ്ടായിരുന്ന വില കൂടിയ പാത്രങ്ങൾ, പോർസലൈൻ ഉപകരണങ്ങളും മറ്റുള്ളതെല്ലാ സൗകര്യങ്ങളും, ഡൈനിങ് ടേബിളും, അവിടുത്തെ സകല ഉന്നതമായ കാര്യങ്ങളൊക്കെ തന്നെ നോക്കി പരിഹസിക്കുവാൻ തുടങ്ങി. അതുപോലെ തൻ്റെ ജീവിതത്തിൽ നിരാശ വർദ്ധിച്ചു. താൻ സമ്പാദിച്ച കാറുകൾ നിരന്ന് കിടപ്പുണ്ട്, വില കൂടിയതായ ആഡംബര കാറുകളാണ്. പക്ഷെങ്കിൽ അതിൽ തനിക്ക് പ്രവേശനമില്ല. താൻ കുഷ്ഠരോഗിയാണ്, ദുർഗന്ധമാണ്, മറ്റുള്ളവർക്ക് വളരെ അസഹ്യമുണ്ടാക്കുന്ന ജീവിതം. ഓരോരുത്തരായി തന്നെ പുച്ഛിച്ച് തള്ളുവാനിടയായി. താൻ മരണത്തെ ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം തന്നിൽ ഒരു ഓർമ്മ കൊണ്ടുവന്നത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-58 വാക്യം. അതാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ചിന്തയ്ക്കായി നൽകിയതായ വചനം. അതാണ്. അതിങ്ങനെ വായിക്കുന്നു: ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത് വന്ന് ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ഒരു ദൈവം, ആ ദൈവത്തെ താൻ വളരെ അധികം സ്നേഹിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണ് അവൾ എഴുതിയിരിക്കുന്നത്. ലോക മനുഷ്യർക്ക് വിലാപങ്ങളുടെ പുസ്തകം, വിലാപങ്ങളുടെ വചനങ്ങൾ ഒരു ദുഃഖത്തിൻ്റെ സംഗീതമാണെങ്കിൽ, ഒരു ദുഃഖത്തിൻ്റെ വാക്കുകളാണെങ്കിൽ, നിരാശയുടെ വാക്കുകളാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അതൊരു വീണ്ടെടുപ്പിൻ്റെ സംഗീതമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം തൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ മറ്റെന്തോ പ്രത്യാശയെ കൊണ്ടുവരുന്നത് പോലെ തനിക്ക് അനുഭവപ്പെടുവാൻ തുടങ്ങി. രാവും പകലും ആ വാക്യം താൻ ഉരുവിടുവാൻ തുടങ്ങി. ഞാൻ എൻ്റെ കഷ്ടകാലത്ത് നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ നീ അടുത്തു വന്നു എന്ന ഒരു വാക്യം തൻ്റെ ജീവിതത്തെ സ്പർശിച്ചു. മനുഷ്യർ തള്ളുന്നതായ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടുത്തു വരുന്ന ഒരു മനുഷ്യൻ, എല്ലാവരും നിന്ദിച്ച് അപമാനിച്ച് തള്ളിക്കളയുമ്പോൾ ഒരു നാറ്റം വയ്ക്കുന്നതായ ഒരു ജീവിതത്തിൽ ആരെങ്കിലും അടുത്തു വരുവാനുണ്ടെങ്കിൽ അവരോട് നമുക്ക് തോന്നുന്നതായ ആ സ്നേഹം അതുല്യമാണ്, വർണ്ണിക്കുവാൻ കഴിയാത്തതാണ്. അങ്ങനെയാണ് ഈ മനുഷ്യനും ദൈവത്തോട് ഉള്ളതായ ആ സ്നേഹബന്ധം തന്നിലും കൊണ്ടുവന്നതായ വ്യത്യാസം അങ്ങനെയാണ്. 58-ാം വാക്യം കൂടെ ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് ചേർത്ത് വായിക്കാം. ഇങ്ങനെ വായിക്കുന്ന: കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വ്യവഹാരം എന്ന് പറഞ്ഞാൽ അഫയേഴ്സ്, അല്ലെങ്കിൽ ബന്ധം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്,
എവിടെയാണ് നിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടത്, അല്ലെങ്കിൽ മുറിഞ്ഞു പോയത്? നിന്റെ സ്നേഹം എവിടെയാണ് കുറഞ്ഞു പോയത്? ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിൽ വ്യവഹാരം നഷ്ടപ്പെട്ട ജനങ്ങളാണ് കൂടുതൽ. ഭവനങ്ങൾ, ദൈവമക്കളുടെ ഇടയിലും വ്യവഹാരം നഷ്ടപ്പെട്ടു പോയ ഭവനങ്ങൾ അനേകമുണ്ട്. പ്രാണൻ നഷ്ടപ്പെടുന്നതായ അനുഭവത്തിലേക്ക് പോവുകയാണ്. ആത്മഹത്യ, കൊലപാതകം, തമ്മിലുള്ളതായ വൈരാഗ്യം. കാരണം എന്താണെന്ന് അറിയാമോ? വ്യവഹാരം നഷ്ടപ്പെട്ടു, ബന്ധമില്ല, അവർ തമ്മിൽ സംഭാഷണങ്ങളില്ല, ആശയവിനിമയങ്ങൾ ഒന്നും നടക്കുന്നില്ല. ഒരുവനെ പുറത്താക്കി. ഒരുവന്റെ ജീവിതം ദുർഗന്ധമായപ്പോൾ, അല്ലെങ്കിൽ അസഹനീയമായപ്പോൾ, സ്നേഹം തണുത്തുപോയി, അവരുടെ സ്നേഹബന്ധത്തിൽ ഉലച്ചിൽ വന്നു, സംശയങ്ങൾ വരുവാൻ തുടങ്ങി, ആ ബന്ധങ്ങൾ ഒലിഞ്ഞു, അനേക അവിശ്വസ്തതകൾ വരുവാൻ തോന്നലുണ്ടായി, തെറ്റിദ്ധാരണകൾ വർദ്ധിച്ചു, ആ ബന്ധം ഉലഞ്ഞു, അവിടെ വ്യവഹാരം നഷ്ടപ്പെട്ടു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരുവൻ അടുത്തു വരികയാണ്, നടുക്ക് നിന്നും കൊണ്ട് രണ്ട് ബന്ധങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട. ദൈവത്തിന് സ്തോത്രം. ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നതായ അവസരത്തിൽ അവന്റെ ജീവനെ തിരിച്ചു കൊടുക്കണമെങ്കിൽ അവനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ മറ്റുള്ള ജീവിതങ്ങളെയും കർത്താവ് ഒന്നിച്ചു കൊണ്ടുവരും. അതാണ് ദൈവത്തിന്റെ വചനത്തിൽ സ്പഷ്ടമായി. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഒരു സങ്കീർത്തനം വായിക്കുന്നത് പോലെ നമ്മൾ അതിനെ അങ്ങ് വായിച്ചങ്ങ് പാടിത്തള്ളും. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ പ്രാണനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുവാൻ ഞാൻ പലപ്പോഴും ചിന്തിച്ചതാണ്. ഈ ലോകത്തിൽ ഇനിയും ജീവിക്കേണ്ട, എന്നെ വ്യവഹാരം നഷ്ടപ്പെട്ടു പോയി, എന്നെ സ്നേഹിക്കേണ്ടവർ എന്നെ നിന്ദിച്ചു, അപമാനിച്ചു, എൻ്റെ കഷ്ടത ഞാൻ കണ്ടു. എൻ്റെ അടുത്ത് വരുവാൻ ആരുമില്ലാതെ എന്നെ കണ്ട് മാറി 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 പോകുന്നതായ, ഞാൻ സ്നേഹിച്ചവർ, ഞാൻ കരുതിയവർ, ഞാൻ ഓമനിച്ചവർ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് വേണ്ടപ്പെട്ടവർ, എൻ്റെ കൂട്ടുവിശ്വാസികൾ, അല്ലെങ്കിൽ എൻ്റെ നടത്തിപ്പുകാർ എന്ന് വേണ്ട, ഏതൊരർത്ഥത്തിന് നിങ്ങൾ എടുക്കൂ. അങ്ങനെ വന്ന് വന്ന് ദൈവത്തോടും അല്പാൽപമായി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതായ ഒരു ജീവിതം. പോയി 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 അവൻ്റെ ജീവൻ പാതാളത്തിലേക്ക് പോകുകയാണ്. കുഷ്ഠരോഗിയായ മനുഷ്യൻ തൻ്റെ സാക്ഷ്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, തൻ്റെ ജീവിതത്തിൽ ഈ വചനം ക്രിയാത്മകമായ ചില പ്രവർത്തനങ്ങൾ ചെയ്തപ്പോൾ ദൈവം തന്നോട് കൂടെ സംസാരിക്കുന്നതിന് മുൻപായി തൻ്റെ ഭാര്യയോട് ചെന്ന് സംസാരിച്ചു. അവളിൽ ദൈവം കുറ്റബോധമുണ്ടാക്കി, അവളിൽ മനസ്സാന്തരമുണ്ടാക്കി. രോഗിയായ തൻ്റെ ഭർത്താവിനെ ചേർത്തുകൊള്ളുവാൻ അവൾക്ക് മനസ്താപമുള്ള ഒരു ഹൃദയം ദൈവം കൊടുത്തു. അങ്ങനെ അവളിൽ മനസ്താപമുണ്ടായപ്പോൾ, അവളിൽ ഒരു മാനസാന്തരമുണ്ടായപ്പോൾ തൻ്റെ ഭർത്താവിൽ സൗഖ്യത്തിൻ്റെ തിരിച്ചുവരവായി. ആ കുടുംബത്തിൽ അല്പാൽപമായി സമാധാനം തിരികെ വന്നു. ജീവൻ കളയണമെന്നും അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്നും ഈ ലോകത്തിൽ ഇനിയും ജീവിക്കണ്ട എന്നും മറ്റുള്ളവരുടെ മുഖത്തിനിയും നോക്കണ്ട എന്നും ദൈവം തന്നെ കൈവിട്ടു, മനുഷ്യരും കൈവിട്ടു എന്നുള്ളതായ ആ അവബോധം തൻ്റെ ജീവിതത്തിൽ നിന്നും അല്പാൽപമായി മാറുവാൻ തുടങ്ങി. ദൈവം അടുത്തു വരുന്നതായ സന്ദർഭങ്ങളെ തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, ലോകത്തിൽ മനുഷ്യരെല്ലാവരും നമ്മുടെ കുറവുകളെ കണ്ട് ദൂരം പോകുന്നവരാ, നമ്മളെ വിട്ടു മാറി മാറി പോകുന്നവരാ. നമ്മളിൽ നാറ്റം വമിക്കുന്നതായ ഒരു അനുഭവം, ഒരു രോഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ജീവിതാനുഭവം ഉണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്തതായ അസഹ്യമുണ്ടാക്കുന്നതായ ഒരു സാഹചര്യം നമ്മളിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം മാറി മാറി പോകും, ആരും അടുത്ത് വരില്ല, നമ്മളെ എല്ലാവരും നിന്ദിക്കും, അപമാനിക്കും. ഇങ്ങനെയുള്ള സ്ഥാനത്താണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്തെന്നുള്ളതായ മാധുര്യമായ ബന്ധം നമുക്ക് സമാധാനം നൽകി തരുന്നത്. ക്രിസ്തുയേശുവിലെ ബന്ധം, അവൻ്റെ സ്നേഹം. നോക്കൂ, കുഷ്ഠരോഗിയായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കിയതായ കഥ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ശരീരം മുഴുവനും കുഷ്ഠരോഗം പൊതിഞ്ഞതായ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൂരെ നിന്നുകൊണ്ട് നിനക്ക് സൗഖ്യം തോന്നിരിക്കുന്നു എന്ന് പറയുകയല്ല കർത്താവ് ചെയ്തത്. അവൻ്റെ അടുത്ത് ചെന്നു അവനെ തൊട്ടു. അങ്ങനെ ആരും ചെയ്യത്തില്ല. കുഷ്ഠം വളരെ ദുർഗന്ധം വമിക്കുന്ന രോഗമാണ്. ആ കുഷ്ഠം മൂത്തു കഴിഞ്ഞാൽ തൊലിപ്പുറമെല്ലാം ജീർണിച്ച് ദുർഗന്ധമുണ്ടാകും. സമയാനുസമയം അതിനെ ക്ലീൻ ചെയ്യണം, അതിനെ ശുശ്രൂഷിക്കുവാൻ ആൾ വേണം. പല രീതിയിലുള്ള കുഷ്ഠങ്ങളുണ്ട്, ദുർഗന്ധം വമിക്കുന്ന കുഷ്ഠങ്ങളുണ്ട്.
മനുഷ്യർ നമ്മളെ വെറുക്കുന്നതായ കുഷ്ഠങ്ങളുണ്ട്. കുഷ്ഠരോഗികളെ ഒന്നിച്ച് പാർപ്പിച്ചിരിക്കുന്ന പല സാനിറ്റോറിയങ്ങളും നമ്മുടെ നാട്ടിലുകളിലെല്ലാം ഉണ്ട്, ലോകത്തെവിടെയുമുണ്ട്. അവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തി അവർ രോഗികളാണെന്ന് ചാപ്പ കുത്തി അവരുടെ അടുത്തുള്ളതായ സാന്നിധ്യം ആരും ഇഷ്ടപ്പെടാതിരിക്കുന്നു. കുഷ്ഠരോഗികൾക്കറിയാം അവരെ ആരും ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ അവരെ ഇഷ്ടപ്പെടുന്ന ഒരുവൻ ആ ജെറുസലേമിന്റെ വീഥികളിൽ കൂടി നടന്ന് അവരെ തൊടുന്നതായ ഒരു ജീവിതം കടന്നു വന്നതായിട്ട് നമുക്കറിയാം. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. തകർക്കപ്പെട്ട ജീവിതത്തെ സ്നേഹിക്കുന്നതായ ഒരു മനുഷ്യൻ, ഒരു വ്യക്തിത്വം, അത് മറ്റാരിലും നമുക്ക് കാണുവാൻ കഴിയില്ല. ഒരു ദൈവത്തിലും നമുക്ക് കാണുവാൻ കഴിയില്ല. യേശുവിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നമ്മൾ വായിച്ചതായ ഭാഗത്തേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം. മനോഹരമായ വചനം. കഷ്ടകാലത്ത് കർത്താവെ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചു, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ. അങ്ങനെ ഒരു നാളുണ്ടാകണം. നമുക്ക് കഷ്ടങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, മനുഷ്യർ നമ്മെ നിന്ദിക്കുന്നു, നമ്മുടെ ജീവിതം തകർച്ചയിലാണ്. We lost all the communication with our beloved ones. Nobody wants to talk to us. We are feeling always lonely in our life, separated from all our belongings. But there is somebody who coming near to us. That is Jesus Christ. Only Jesus Christ. കർത്താവ് മാത്രമേ നമ്മുടെ അടുത്ത് വരികയുള്ളൂ. യേശു നമ്മുടെ അടുത്ത് വന്നു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ. വിലാപങ്ങളുടെ പുസ്തകം എഴുതിയ യെരമ്യാ പ്രവാചകൻ ആത്മാവിൽ ക്രിസ്തുയേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ഒരു കൂട്ടം വിശ്വാസികളുടെ, അല്ലെങ്കിൽ രക്ഷയെന്ന ആ വലിയ സ്നേഹത്തെ കണ്ടെത്തുവാൻ പോകുന്ന ഒരു കൂട്ടം ആത്മാക്കളെ കുറിച്ച് താൻ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവചനാത്മകമായി എഴുതി വച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞത് ഭയപ്പെടേണ്ട, ദൂരെ നിന്നല്ല പറഞ്ഞത്, അടുത്ത് വന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിങ്ങളുടെ ജീവിതത്തിൽ വ്യവഹാരം നഷ്ടപ്പെട്ട ജീവിതങ്ങൾ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവർ, കമ്മ്യൂണിക്കേഷൻസ് നഷ്ടപ്പെട്ടവർ, സ്നേഹം നഷ്ടപ്പെട്ടവർ, ജീവൻ അപകട ഭീഷണി ഉയർത്തി ദിവസം തോറും നമ്മളെ നിന്ദിച്ചും അപായപ്പെടുത്തുവാനുള്ളതായ ചിന്തയോടുകൂടി നമ്മെ ദുരുപദേശം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ജീവിതങ്ങളെ നിങ്ങളുടെ അടുത്ത് വന്ന് ഭയപ്പെടേണ്ടെന്ന് പറയുന്നതായ ഒരുവനുണ്ട്. അത് ക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുവാൻ ഈ പ്രഭാതം ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുത്തിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എത്രയോ വിശ്വാസികൾ എന്ന് ചിന്തിക്കുന്നവർ, ആത്മീകർ എന്ന് ചിന്തിക്കുന്നവർ, അല്ലെങ്കിൽ എത്രയോ ആത്മീക അനുഭവങ്ങൾ പങ്കിടുന്നതായ ഭവനങ്ങളിൽ സമാധാനമില്ലാതെ, ബന്ധങ്ങൾ നഷ്ടപ്പെട്ടവരായി, കമ്മ്യൂണിക്കേഷൻ തമ്മിൽ സംസാരമില്ലാതെ, തെറ്റ അഭിപ്രായങ്ങൾ കൊണ്ട് ജീവിതത്തെ നശിപ്പിക്കുന്നതായ അവസ്ഥയിലേക്ക് കടന്നു വന്നിരിക്കുന്നതായ, അകൽച്ചയിൽ കഴിയുന്ന അനേക ജീവിതങ്ങളുണ്ട്. തകർന്നു പോകുന്ന ബ്രോക്കൺ ലൈഫ്. ദൈവം അങ്ങനെയുള്ള ജീവിതങ്ങളെ ഇന്ന് റിപ്പയർ ചെയ്ത് ഒന്നാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഈ സന്ദേശങ്ങളെ എത്തിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മനുഷ്യൻ ഒന്നിക്കുന്നതായ വചനങ്ങൾ, മനുഷ്യൻ ഒന്നിക്കുന്നതായ സന്ദേശങ്ങൾ എവിടെയുണ്ടോ, എവിടെ നിന്നെല്ലാം കേൾക്കുന്നുവോ, അതൊക്കെയും വിഘടിക്കപ്പെട്ട ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് വിശ്വാസം കേൾവിയാൽ അത് സാധ്യമാക്കി തീർത്ത് ജീവിതങ്ങളെ ക്രിസ്തുയേശുവിലേക്ക് ആദായപ്പെടുത്തുന്നത്. നിങ്ങളുടെ ജീവിതം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യവഹാരം നഷ്ടപ്പെട്ട ജീവിതങ്ങളാണോ? ഇല്ല. സുഖസമൃദ്ധമായിട്ടുള്ള ഒരു ജീവിതമാണ് ദൈവം നിനക്ക് കൃപയാൽ നൽകിയിരിക്കുന്നതെങ്കിൽ നിന്റെ അയൽവക്കങ്ങളിൽ, നിന്റെ സ്നേഹിതർക്ക്, നിന്റെ സഹോദരങ്ങളിൽ, നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ ചാർച്ചക്കാർക്ക്, നിന്റെ ദേശത്ത്, നിന്റെ കൂട്ടുവിശ്വാസികളുടെ ഇടയിൽ വ്യവഹാരം നഷ്ടപ്പെട്ടതായ ജീവിതങ്ങളിലേക്ക് ദൈവത്തിന്റെ വചനം എത്തുമാറാകണം. ദൈവത്തിന്റെ സ്നേഹത്തെ കടത്തിക്കൊണ്ട് ചെല്ലുമാറാകണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ അപേക്ഷ കഴിക്കുവാനും ഉത്തരം അരുളും വരെ അവരെ ദൈവം സന്ദർശിക്കുന്നിടം വരെയും ദൈവത്തിന്റെ സന്നിധിയിൽ കേഴുവാനുള്ള ഉത്തരവാദിത്തങ്ങൾ ദൈവം ചില വ്യക്തികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ജീവിതത്തിൽ സമാധാനം കടന്നു വരുമ്പോൾ ആ സമാധാനം മറ്റുള്ളവരിലേക്കും കവിഞ്ഞൊഴുകുന്ന സമാധാനമായി മാറ്റപ്പെടും. ഈ പ്രഭാതത്തിൽ കുറിവാക്യമായി ദൈവത്തിന്റെ ആത്മാവ് തന്ന വചനത്തിലേക്ക് നമുക്കൊന്നുകൂടെ നമ്മുടെ കണ്ണുകളെ ഒന്നുകൂടെ പതിക്കാം.
വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 57-ും 58-ഉം വാക്യം. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ സംസാരിക്കാത്ത സ്ഥാനത്ത് എൻ്റെ കർത്താവ് ചെന്ന് സംസാരിച്ചു. ഞാൻ സംസാരിക്കാത്ത വ്യക്തിയോട് എൻ്റെ കർത്താവ് ചെന്ന് സംസാരിച്ചു. എന്നോട് സംസാരിക്കാത്ത വ്യക്തി എന്നോട് കർത്താവിൽ ആശ്രയിച്ചു വന്ന് സംസാരിച്ചു. ഞാൻ സംസാരിക്കാത്ത വ്യക്തിയോട് സംസാരിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കുന്ന ജീവിതങ്ങളിൽ കർത്താവ് അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട. ആ വാക്ക് കേൾക്കുവാനുള്ളത് ഒരു ഭാഗ്യം, അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രഭാതം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.